വേമ്പനാട്ട് കായലിൽ ഒരു ചെറിയ ബോട്ടിങ്ങിനായിട്ടാണ് ഞങ്ങൾ പുറപ്പെടുന്നത്. മോള് വെക്കേഷനായിട്ട് നാട്ടിൽ വന്നായിരുന്നു. ആ കൂട്ടത്തിൽ മോളുടെ കൂട്ടുകാരികൾ അവരും കുറച്ച് പേരും കൂടി കുമരകത്തെത്തി. വൈഫിൻ്റെ വീടാണ് കുമരകം. അപ്പോൾ എല്ലാവരും ഇവിടെ ഒന്നിച്ചു കൂടി. അവിടുന്ന് ഞങ്ങൾ രാവിലെ കവണാറ്റിങ്കരയിലെത്തി. അവിടെ നിന്നാണ് ബോട്ടിങ് ആരംഭിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേന് ബോട്ട് റെഡിയായി കിടക്കുകയായിരുന്നു. വലിയ ബോട്ടല്ല, ചെറിയ ശിക്കാരവള്ളമാണ്. ഏകദേശം 30-35 പേർക്കോളം ഇതിൽ യാത്ര ചെയ്യാം സുഖമായിട്ട്. ഞങ്ങൾ 20 പേര് താഴെ ഉള്ളൂ, അതുകൊണ്ട് ബോട്ടിൽ ധാരാളം സ്പേസ് ഉണ്ട്. ഉച്ചക്കത്തെ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം ഏകദേശം 3 മണിയോടുകൂടിയാണ് ഞങ്ങൾ ബോട്ടിങ് ആരംഭിക്കുന്നത്. കവണാറ്റിങ്കരയിൽ നിന്ന് ഞങ്ങൾ വേമ്പനാട്ട് കായലിലേക്ക് കടക്കുകയാണ്. മോള് പഠിക്കുന്നത് ആന്ധ്ര നെല്ലൂർ ശ്രീനാരായണ കോളേജിലാണ്. അപ്പോൾ അവിടെ മോളോടൊപ്പം പഠിക്കുന്ന കുട്ടികളായ അന്നു മാത്യു ചിങ്ങവനം, ജെലിറ്റ ജോമോൻ മണർകാട്, അക്ഷര രമേശ് ചിങ്ങവനം, അർപ്പിത സലി ചിങ്ങവനം, ആരതി ചിങ്ങവനം, നന്ദന ചങ്ങനാശ്ശേരിയിൽ നിന്ന്, അതുപോലെ ആദിത്യ രാജേഷ് ഇരവിനല്ലൂർ പുതുപ്പള്ളി, പിന്നെ വൈഫിൻ്റെ ചേർത്തിയുടെ മോളായ അഹല്യ പ്രസാദും ഐശ്വര്യ പ്രസാദും പിന്നെ അനന്യ പ്രസാദും, അതുപോലൊപ്പം തന്നെ വൈഫിൻ്റെ അമ്മയും എൻ്റെ 3 കുട്ടികളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കായലിലേക്ക് നീങ്ങുകയാണ്. തലേദിവസം കനത്ത മഴയായിരുന്നു. അപ്പോൾ ഇന്നും മഴയുണ്ടെന്നൊക്കെ പത്രത്തിലുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കായലിലേക്ക് കടന്നപ്പോഴത്തേനും നല്ല അന്തരീക്ഷമായിരുന്നു. വെയിലൊന്നും ഇല്ലെങ്കിലും നല്ല സുഖമായ ഒരു കാലാവസ്ഥ തന്നെയായിരുന്നു. രാവിലെയാണ് ബോട്ടുകളെല്ലാം കായലിലേക്ക് പോകുന്നത്. ഞങ്ങൾ പോകുന്ന സമയത്ത് വലിയ തിരക്കൊന്നുമില്ല. അതുകൊണ്ട് നല്ല കായലിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച്, വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ശിക്കാര വെള്ളത്തിൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കായിരുന്നു. ഉച്ച സമയത്തൊക്കെ വേമ്പനാട്ട് കായലിൽ ഭയങ്കരമായിട്ട് വെയിലടിക്കുന്ന സമയമാണ്. ഏതായാലും മഴക്കോളുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു, വെയിലൊന്നുമില്ല, നല്ല അന്തരീക്ഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാട്ടും എല്ലാം കേട്ട് കായലിൻ്റെ ഭംഗി ആസ്വദിച്ച് വേമ്പനാട്ട് കായലിൻ്റെ ഉൾവശത്തേക്ക് പോവുകയാണ്. അധികം ദൂരം ഒന്നും ഞങ്ങൾ യാത്ര ചെയ്തില്ല. വേമ്പനാട്ട് കായലിലൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. അപ്പം രാവിലെ ബോട്ട് എടുത്തു കഴിഞ്ഞാൽ പാതിരാമണൽ ചെറിയൊരു ബീച്ചുണ്ട്. അതോടൊപ്പം തന്നെ തണ്ണീർമുക്കം ബണ്ട്, പിന്നെ ഫുഡ് കഴിക്കാനും ഒക്കെ ചെറിയ റെസ്റ്റോറൻറ്റുകളൊക്കെ കായൽ തീരങ്ങളിലൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ബോട്ടുകാരൊക്കെ അടുപ്പിക്കുന്നതാണ്. അപ്പം കൂടുതൽ ഹൗസ് ബോട്ടുകളൊക്കെയാണ് കൂടുതലും കായലിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മിക്ക ബോട്ടുകളും ഭക്ഷണം കഴിക്കാനൊക്കെ സൈഡ് ഒതുക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ കടന്നു പോകുന്ന ഇപ്പം വേമ്പനാട്ട് കായലിൽ പോളയുടെ ശല്യമാണ്. അതിഭയങ്കരമായിട്ട് പോളയുടെ ഇപ്പോൾ ഒരു സൈഡിൽ കൂടെ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്തൂടെ കടന്നു പോകാൻ പറ്റത്തുള്ളൂ. അപ്പം രാവിലെ പോയ ബോട്ടുകളെല്ലാം തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിർത്തിയിടേണ്ടി വന്നു. ആ പോളയുടെ ശല്യം ഉള്ളതുകൊണ്ട് അല്ലായിരുന്നേ നമുക്ക് കടന്നു പോകാമായിരുന്നു. ഭയങ്കരമായിട്ട് പോളശല്യമാണ്. ഇത് കണ്ട് നിങ്ങൾക്ക് കാണാം ദൃശ്യങ്ങളിൽ. അപ്പോൾ ഓരോന്ന് കടന്നു പോയതിന് ശേഷം ആ ചാലുകളിൽ കൂടെ വേണം നമുക്കും അപ്പുറത്തോട്ട് കിടക്കാൻ വേണ്ടി. ഇത് സർക്കാരിൻ്റെ ബോട്ട് സർവീസാണ്.
അവരും പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ്. പിന്നെ കൂടുതൽ എല്ലാം വലിയ കെട്ടുവള്ളങ്ങളൊക്കെയാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഒരു സൈഡ് കണ്ടുകൊണ്ട് ഞങ്ങളും പതുക്കെ നീങ്ങുകയാണ്. കേരളത്തിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളിൽ ഭൂരിഭാഗവും എത്തുന്നത് നമ്മുടെ കുമരകത്താണ്. ഏറ്റവും കൂടുതൽ ബോട്ട് സർവീസും കുമരകം ആലപ്പുഴ സൈഡിലാണ്. ധാരാളം വിനോദസഞ്ചാരികളാണ് മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇവിടെ എത്തുന്നത്. വിദേശികരും എല്ലാം ബോട്ടിലുണ്ട്. അതുപോലെ തന്നെ പാതിരാമണൽ എന്ന് പറഞ്ഞ സ്ഥലം വളരെ അതിമനോഹരമായ സ്ഥലമാണ്. പക്ഷേ അതൊന്നും വേണ്ട രീതിയിൽ പരിപാലിക്കാനൊന്നും നമ്മുടെ സർക്കാരുകൾ മാറി മാറി വരുന്നെങ്കിലും അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എത്തുന്നില്ല. കുമരകത്തൊക്കെ ഒരുപാട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊക്കെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ നമ്മളൊക്കെ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. അവർ ടൂറിസം വളരെ ഉപയോഗപ്രദമായ രീതിയിൽ അവരെടുക്കുന്നുണ്ട്. ഏത് സ്ഥലവും അവർ നല്ല നീറ്റാക്കി, അതുപോലെ തന്നെ വാഹനങ്ങളിൽ നിന്ന് ടോള് മേടിച്ചും അവിടുത്തെ കാര്യങ്ങളൊക്കെ മെയിൻ്റെനൻസ് ചെയ്തും എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ നിന്നും കോട്ടയത്തു നിന്നൊക്കെയുള്ള ധാരാളം ആൾക്കാർ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. എന്നാൽ നമ്മുടെ ഈ കൊച്ചു കോട്ടയത്ത് ഈ ഇത്രയും അതിമനോഹരമായ സ്ഥലമുണ്ടായിട്ട് പോലും നമുക്കാർക്കും അവിടെയൊന്നും പോകാനോ എത്തിപ്പെടാനോ അതുപോലെ വേണ്ട സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. പാതിരാമണൽ ദ്വീപൊക്കെ പലവട്ടം പല വലിയ ഗ്രൂപ്പുകളൊക്കെ ഏറ്റെടുക്കാമെന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ പിന്നീടൊന്നും നടപടികളൊന്നും ആയില്ല. ഇപ്പം അത്യാവശ്യം നമുക്കൊക്കെ അവിടെ നിന്ന് കയറി മൊത്തം ഒന്ന് കറങ്ങി കണ്ടു പോരാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ വേണ്ട യാതൊരു സൗകര്യങ്ങളും ഇപ്പം അവിടെ ഇല്ല. ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. ഞങ്ങളിപ്പം ഹോട്ടലിൽ ഇരുന്നുകൊണ്ട് തന്നെ അത്യാവശ്യം കായൽ ഭംഗികളൊക്കെ ആസ്വദിച്ച് പിള്ളേരെല്ലാം ഫോട്ടോഷൂട്ടിലൊക്കെയാണ്. പിന്നെ നമുക്ക് ഇഷ്ടം പോലെ കായലിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല കാറ്റൊക്കെ ഏറ്റ്, അതുപോലെ തണ്ണീർമുക്കം ബണ്ടാണ് നമ്മുടെ നേരെ മുന്നിൽ കാണുന്നത്. ബണ്ടിൻ്റെ തൊട്ട് സമീപം വരെ ഞങ്ങൾ പോയുള്ളൂ.
അപ്പോൾ നേരം 6 മണിയോടുകൂടിയൊക്കെ അടുക്കുകയാണ്. ശ്രീകുമാരമംഗലം ക്ഷേത്രത്തിൽ തിരുവുത്സവം നടക്കുകയാണ്. അപ്പം വൈകിട്ട് അവിടെയും കൂടെ കയറിയിട്ട് വേണം വീട്ടിൽ പോകാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ ബണ്ടിൻ്റെ അടുത്ത് വരെ ചെന്നിട്ട് തിരിച്ചു പോകുന്നു. നേരെ കവണാറ്റിങ്കരയിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ 2 കാറിലായിട്ടാണ് വന്നത്. കുട്ടികളെല്ലാം ഒരു കാറിലാണ് അവർ വന്നത്. അതുപോലെ വലതുവശത്ത് കാണുന്നത് കുമരകത്തെ പക്ഷിസങ്കേതമാണ്. ഇതൊക്കെ കിലോമീറ്ററുകൾ നടന്ന് കാണാനുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഒരു 3 മണിക്കൂർ നേരം വേമ്പനാട്ടുകായലിൽ ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ കുമരകത്തേക്ക് മടങ്ങിയാണ്. വൈഫിൻ്റെ മറ്റൊരു ചേച്ചിയുടെ വീട് കുമരകം കൈപ്പുഴമുട്ടാണ്. അവരും ഞങ്ങളോടൊപ്പം വരാൻ വേണ്ടിയൊക്കെ ഇരുന്നതാണ്. അന്നേരം ഇന്നൊരു അസൗകര്യമായതിനാൽ അവർക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. ഉണ്ടായിരുന്നെ അവരും ഞങ്ങളോടൊപ്പം ബോട്ടിൽ കണ്ടേനെ. ഹൗസ് ബോട്ടുകളെല്ലാം ഓട്ടം കഴിഞ്ഞ് എല്ലാം തീരത്ത് ഒതുക്കിയിട്ടിരിക്കുന്ന ഭാഗങ്ങളാണ്. ഇപ്പം സീസണൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് യഥേഷ്ടം ബോട്ടൊക്കെ കിട്ടും. ഇത് വിരുപ്പുകാര ക്ഷേത്രമാണ്. ഫോട്ടോ ഉണ്ട്. ഫോട്ടോ എടുക്കണ്ട. ഇതില്ലേ